ഈ അപമാനം പ്രചോദനമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ ഒരു അപമാനം കൊണ്ട് ഇനി ജീവിച്ച് കാണിക്കണം ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ആ ഒരു അപമാനമാണ് എന്നെ നീറിപ്പുകഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ഇത്. ജീവിതത്തെക്കുറിച്ച് മുന്നോട്ട് എനിക്ക് ഇപ്പോഴും വലിയ ധാരണ. എനിക്ക് ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ വന്ന വഴികൾ കാണാറുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും വീഴുന്ന ഒരു പറമ്പ കാണാറുള്ളൂ മുന്നിൽ. ആഗ്രഹവും മോഹവും സ്വപ്നവും പ്രതീക്ഷകളൊന്നും ഇതുവരെ ഈ നിമിഷമായിട്ടും വന്നില്ല. ആഗ്രഹിച്ചിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശ്മശാനമാണ്. അത് ആഗ്രഹമുണ്ട്. അതല്ലാതെ മറ്റൊരു ജീവിതം നമ്മളെല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ നേടാനായിരിക്കും. എനിക്ക് നേടാൻ ആ ശ്മശാനമുള്ള നേടാൻ ആഗ്രഹമുള്ളൂ. പിന്നെ മറ്റൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അല്ല, അപമാനം ഉണ്ടായ അപമാനങ്ങളിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് എന്തായാലും അതെല്ലാം ഉണ്ടാവും. അത് പറയാനാണെന്ന് തീരൂല, ഇന്നെങ്ങാനും തീരൂല. കാരണം പലരും പല രീതിയിൽ അപമാനിക്കണം. കാർക്കി ചുപ്പവരുണ്ട്, എഴുന്നേറ്റ് വിട്ടവരുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് എഴുന്നേൽപ്പിച്ചിട്ടവരുണ്ട്. ആരും പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അവർക്കും അത് ചിലപ്പോൾ അത് ഒരു വേദന ഉണ്ടാവും. ഹോട്ടലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, കല്യാണ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, കല്യാണ വീട്ടിൽ നിന്നൊക്കെ സ്വന്തക്കാർ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആരും വീട്ടിൽ കയറ്റിയിട്ടില്ല. എന്താ പറഞ്ഞാൽ വല്ലയിടത്ത് അടുത്ത് നോക്കുമ്പോൾ കളിയാക്കിയിട്ടുണ്ട്, കാർക്ക് ചൂപ്പിയിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. പലതരത്തിലും അപമാനിച്ചിട്ടുണ്ട്. അപമാനം പലതരത്തിലും കിട്ടിയിട്ടുണ്ട്. ഓരോ തരത്വവും വ്യത്യസ്തമാണ്. അപമാനം ഒരേപോലെ അല്ല. പലതും പല രീതിയിലും പല വാക്കുകളാൽ വ്യത്യസ്തമാണ്. പല വാക്കുകളാൽ മൂർച്ചയേറിയതാണ്, പല വാക്കുകളാൽ ആഴത്തിൽ പതിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് ഇന്നൊന്നുമില്ല. എല്ലാത്തിലും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. സാർമാർ സപ്പോർട്ട് ചെയ്ത് പിന്നെ കുറേയൊക്കെ നിർത്തിയത് ഈ കളിയാക്കണവർ ഇതിലൊക്കെ പറഞ്ഞാലും സാർമാർ അവർ കുറേ കണ്ടുകൊണ്ടാണ് പിന്നെ നമ്മളോട് പിന്നെ കുറേ പേരൊക്കെ നിയമം തെറ്റിക്കണവരൊന്നും നമ്മുടെ അടുത്ത് നമ്മളെ നേരിട്ട് പറയണ്ടായത്. ഒരു രൂപ നാണയത്തിന്റെ കഥ ഞാൻ കേട്ടു. വലിയൊരാളാണ്. ഇന്ന് ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന വലിയൊരാളാണ്. എല്ലാവരും അറിയും, ചാനലൊക്കെ അറിയും. ഞാൻ 1-2 ഇന്റർവ്യൂവിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞത് ശരിയല്ല. എന്തെങ്കിലും എനിക്ക് അതിനെ കുറിച്ച് വലിയ ഇതൊന്നുമില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? അത് അദ്ദേഹം എന്തോ ദേഷ്യത്തിലായിരിക്കാം. ആ സമയത്തായിരിക്കും നമ്മള് വണ്ടിയുടെയും പണിക്കാരെയും ഓരോരുത്തരും പണിക്കാരെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുക്കേണ്ടതിന് പൈസ വെച്ചത്. എന്ത് മരണമായിരുന്നു അത്? അപകട മരണം പറഞ്ഞു അച്ഛൻ്റെ. അദ്ദേഹത്തിന്റെ അല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് അപകടം മരണം പറഞ്ഞു. അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാഹന അപകടമല്ല, മറ്റൊരു തരത്തിലുള്ള അപകടം. കാരണം എല്ലാം പ്രശസ്തി ആർജ ആളതിന്റെ പേര് ചിലപ്പോൾ അത് നമുക്കത് ചിലപ്പോൾ അത് നല്ലൊരു നാളെ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും ചിന്തിക്കണം, ജനങ്ങളെ ചിന്തിക്കണം ഞാൻ പറയണതും. അപ്പം അങ്ങനെ ആളും പിടിയോടുള്ളായിരുന്നു. അപ്പോൾ പോലീസ് അദ്ദേഹം ആലുവ പോലീസും പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞപ്പോൾ പൈസ പോലീസ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞ് പുള്ളി SP വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതും ഭയങ്കര പ്രശ്നമായി. അതൊക്കെ ഇതായി. പിന്നെ അത് കൂട്ടി. പിന്നെ അന്ന് സാർമാരൊക്കെ ഹെൽപ്പ് ചെയ്തട്ടാ. എല്ലാവരും പിരിവിട്ടു, എല്ലാ സാർമാരും. അത് പുള്ളി അത് പറഞ്ഞിട്ട് തന്നെ മോർച്ചറിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് പോസ്റ്റൊക്കെ കിട്ടാം. അന്ന് പിന്നെ സാർമാരെല്ലാവരും പിരിവിട്ട് അന്നെനിക്ക് നല്ല അത്യാവശ്യം നല്ല പൈസ ഒക്കെ ആണല്ലേ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. അത് കുഴപ്പമില്ല. പിന്നെ അത് പോട്ടെ, അവരത് എനിക്ക് അറിയിച്ചിട്ടും കാര്യമില്ല. കാരണം സാർമാർക്ക് ഒരു പറയണതിലൊരു പരിധി ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ SP വിളിച്ച് പറഞ്ഞത് പോലീസ് പൈസ വെച്ചെന്നാ. അങ്ങനെയായി. കാരണം മൃതദേഹത്തിന്റെ പിന്നെ ഈ മൃതദേഹം എടുക്കുമ്പോൾ ഒരുപാട് രൂപ ചിലവുണ്ട്. അനാഥനാണെങ്കിൽ നമ്മൾ എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ ആളുള്ളവരെ നമ്മൾ പൈസ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ ഈ ചിലവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ഷീറ്റ് വരെ വാങ്ങണം, എല്ലാ കാര്യങ്ങളും. ഒരു ദിവസം കിറ്റക്സിലൊരു ഉദ്യോഗസ്ഥൻ മഹിളാലയം പാലത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് മാറമ്പള്ളിയാ അവിടെ കണ്ട ഒരു മൃതദേഹം എടുത്താ. അന്ന് 4 ബെൽറ്റ് വേണ്ടി വന്നു. ആ ഹൈറ്റ് പൊക്കി കയറണം പുഴയിൽ നിന്ന്. ബെൽറ്റ് ഇടാണ്ട്. കാരണം ഞാനും പുഴയിൽ മൃതദേഹമായിട്ടൊക്കെ പുറക്ക് ഇവരാരും മൃതദേഹത്തിൽ പിടിക്കൂല. ബെൽറ്റ് ഇട്ട് കയറിട്ട് കൊടുത്തല്ലേ കൂടിക്കണോ പിടിക്കുള്ളൂ. അല്ലാണ്ട് മൃതദേഹത്തിൽ പിടിക്കാൻ ആരെയും പറ്റൊന്നുമില്ല. അപ്പം അങ്ങനെ പൊക്കി കയറ്റിയതാ. അപ്പം ബെൽറ്റൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ബെൽറ്റ് പൈസ കൊടുത്ത് വാങ്ങി തരണം, വേറെ ആളുടെ നിന്ന് പൈസ എടുത്തിട്ട്. അതിൻ്റെ പൈസ അത് ചോദിച്ചപ്പോൾ അതും ഇതുപോലെ പ്രശ്നമായതാണ്. ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ കാശുള്ളവരാ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും അവരറിയാനുള്ള ബെൽറ്റ് പോട്ടണതാണ് കാശ് തരാത്തത്. അതുള്ളൂ. കാരണം കാശുള്ള ഇല്ലാത്ത ആൾക്കാർ എന്തായാലും നാട്ടുകാർ പറഞ്ഞാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഇവരൊക്കെ ചോദിക്കണത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ, ഇവര് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് അവര് ചോദിക്കുന്നത്. ഇത് ശരിക്കും ഇത് സർക്കാരിന്റെ അല്ലല്ലോ ചെലവാക്കുന്ന സർക്കാരല്ല. ഇപ്പൊ ഇത് 1-2 സ്ഥലങ്ങൾ ഒഴികെ ബാക്കി ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് പൈസ കൊടുത്ത് അവർക്ക് ചെലവായ പൈസ ബില്ല് കൊടുത്ത് മാസങ്ങൾ കാത്തിക്കണം പോലീസുകാർക്ക് പൈസ ഇടണമെങ്കിൽ പഞ്ചായത്ത്. കാരണം മൃതദേഹത്തിന്റെ ഫണ്ട് ഒരു പഞ്ചായത്ത് തലത്തില് മൃതദേഹത്തിന്റെ ഫണ്ട് ഒരു ഏകദേശം ഒരു 10 രൂപ 12 രൂപ ഉണ്ടെന്ന്. അത് ഒച്ചയിരിക്കും. പഞ്ചായത്ത് തലത്തിൽ 10-12,000 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ അടുത്ത് തന്നെ ബെൽറ്റ് 2 പൊട്ടിപ്പോയി. പിന്നെ 2 വലിച്ചേറ്റി പിന്നെയും പൊട്ടിപ്പോയി. കാരണം അത്ര ഹൈറ്റ് ഉണ്ട്. ഉദ്ദേശിക്കുന്ന പോലെ അല്ല.
നമ്മുടെ നല്ല ഷേപ്പ് കട്ടിങ് അല്ല പുഴ, കാടും മണ്ണും കല്ലും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അടിയിൽ നിന്ന് എടുത്ത് പിടിച്ചും വരുമ്പോൾ അനുസരിച്ച് ഇവർ പൊക്കിൽ എനിക്ക് കയറി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അന്ന് ഇതുപോലെ അതും കിട്ടി. എത്ര വലിയ കമ്പനിയാണ്, അവരെ പൈസയും കിട്ടിയില്ല. അത് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ആംബുലൻസിന് ഒരുപാട് സാധനങ്ങൾ ചിലവായതാണ്. അപ്പോൾ അതൊക്കെ വേറെ ടീം വാങ്ങിച്ചെന്താ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അന്ന് ആ സമയത്ത് ഞങ്ങളൊരു 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവർ വാങ്ങിച്ചു വന്നതാണ്. അങ്ങനെ അവരൊക്കെ ആ പൈസ കൊടുക്കാണ്ട് പറ്റിയില്ല. അതും സാറുമാർ പിരിവിട്ടാണ് പൈസ എന്നിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. അതുപോലെ ഇങ്ങനെ ഇത്ര കാശുള്ളവർ മാത്രമേ, കമ്പനിക്കാർ മാത്രമേ ഇങ്ങനെ പൈസ തരത്തുള്ളൂ. ഡോക്ടറിന്റെ പിന്നെ ഡോക്ടറല്ല, പ്രൊഫസർ. അതെന്താ സംഭവം? അത് ഇത്ര വലിയ UC കോളേജിലാ. അത് പിന്നെ അത് എന്താ പറയുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അവരുണ്ടായൊരു അദ്ദേഹത്തിന്റെ മകനൊരു അമേരിക്കയിലുള്ള ഒരാളെ കണ്ട. അദ്ദേഹത്തിന് വലിയ കാശുകാരനാണ്. ഏകദേശം അദ്ദേഹം മരണാനന്തര കർമ്മങ്ങൾ മൊത്തം ചെയ്തു കൊടുത്ത്. അതായത് പള്ളിയിൽ അടക്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പെട്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ പെട്ടി വാങ്ങാറുള്ളൂ. അപ്പോൾ അവർക്കത് പറ്റില്ല, സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് പെട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു 12,000 രൂപ മേപ്പോട്ട് വരും. നമ്മൾ 4,000 രൂപ 3,500 ആ റേഞ്ച് പെട്ടി പോകുമ്പോൾ അവർക്ക് അത് പറ്റില്ല. എന്നാൽ ഏകദേശം എത്ര രൂപയുടെ പൂക്കൾ, 16,000 രൂപയുടെ പൂക്കളല്ലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2,000 രൂപ പൂക്കളാകുമ്പോൾ അതൊക്കെ വാങ്ങി ഏകദേശം 75,000 രൂപയുടെ സാധനങ്ങൾ മാത്രം വാങ്ങി. 4 സെക്യൂരിറ്റിക്കാർ 2 ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടെ 75,000 രൂപ ചിലവാക്കിയിട്ട് അത്രയും പൈസ നമ്മൾ 50,000 രൂപ എന്ന് പറഞ്ഞ് 50,000 രൂപ പുള്ളി പോയി കളഞ്ഞു. നമുക്ക് നഷ്ടല്ലേ? 25,000 കയ്യിൽ നിന്ന് പോയി ബാക്കി ഇത് ചെലവായ പൈസ. പിന്നെ ഇവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ, പണിക്കാർക്ക് കൊടുക്കണ്ടേ, അത് സാധനങ്ങൾ വാങ്ങിയത്. ഇങ്ങനെയൊക്കെ കാശുള്ളവരെന്ന് മാത്രം. ബാക്കി പാവപ്പെട്ടവരാരും ഇന്നുവരെ അങ്ങനത്തെ ഒരു വരാണ്ടിരുന്നുള്ള 10 രൂപ കൂടാൻ പറ്റുള്ളൂ പാവപ്പെട്ടവരാണെങ്കിൽ. എവിടെ രാഷ്ട്രീയക്കാരും കാശുള്ളവർ പൈസ തരാണ്ട് പോയിട്ടുള്ളൂ. രാഷ്ട്രീയക്കാരെല്ലാവരും തരാണ്ട് കേട്ടോ, എല്ലാ രാഷ്ട്രീയക്കാരും തരാണ്ട്. ഒന്നിനൊന്ന് എല്ലാവരും കണക്കാം. അതിൽ പിന്നെ ഒരാളെ പറയാൻ പറ്റില്ല. ഭരണത്തിലിരിക്കണവരെ എടുത്തുണ്ട്, ഇല്ലാത്തവരെ എടുത്തിട്ടുണ്ട് മക്കളെ അവരൊക്കെ. അതൊക്കെ പോകും. അപ്പോൾ സാറന്മാർ പൈസ തരും. ചേച്ചി ഇപ്പൊ ചേട്ടൻ വന്ന ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ചേച്ചിക്ക് ഏറ്റവും മനസ്സിൽ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? മനസ്സിൽ വിഷമം ഉണ്ടാക്കിയത് ഇവിടെ മാർക്കറ്റിലൊരു കുഞ്ഞിന്റെ മൃതദേഹം എടുത്തു. പേര് പറയാൻ പാടില്ല, ഞാൻ പേര് പറയാതിരുന്നത്. കുഞ്ഞിന്റെ ആയിരുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് ചേട്ടാ ശരിക്കും നമ്മൾ കേരളത്തിൽ എല്ലാവരും ഭയങ്കരമായി പ്രാർത്ഥിച്ച് നോക്കിയിരുന്നൊരു കാര്യമാണ് അത് ചേട്ടൻ അങ്ങനെയുള്ളൊരു അവസ്ഥ എന്താ? എനിക്ക് ശരിക്കും ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ തൊണ്ടയിടറി പോകുന്നുണ്ട്. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഞാൻ അതിനെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. മിസ്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ശരി നടക്കേണ്ടത്. കാരണം എല്ലാ ദിവസവും കുട്ടികളും എനിക്ക് ഇതിപ്പോൾ നമുക്ക് ഒരു മിസ്സിംഗ് ഗ്രൂപ്പ് ഉണ്ട് കേരള പോലീസിൻ്റെ, സ്റ്റേറ്റ് പോലീസിൻ്റെ. അതിൽ പോലീസ്, ഫയർഫോഴ്സ്, ആർമി, മറ്റേ RPF എല്ലാവരും പെടും. അപ്പം അതിൽ പിള്ളേരാണെങ്കിലും ഇപ്പോൾ ഈ പ്രായത്തിലുള്ളവരും ദിനചര്യ വന്നുണ്ട്. പക്ഷെ അതിലെനിക്കൊന്നും ഇല്ല. മൃതദേഹം വരുമ്പോൾ വേറൊരു ഇതാണ്. എന്താ പറയുക, വലിച്ച് ജോലി ചെയ്ത് അതിൽ കുറേ പേര് മുതലാക്കി. അത് മാത്രമേ നമുക്കൊരു ദേഷ്യമുള്ളൂ അമൃതത്തിൽ. രാഷ്ട്രീയവും അത് കഴിഞ്ഞിട്ട് അടക്കം ചെയ്യാൻ പോണ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണവരാരും ഉണ്ടായില്ല അമൃതത്തിൻ്റെ കൂടെ. ചെയ്ത് കഴിഞ്ഞ് മെയിൻ വാതിൽ കളമശ്ശേരി തുറന്നപ്പോൾ പിന്നെ സമസ്ത ആൾക്കാരുമായി. പിന്നീട് അതിനെ കാണിച്ചാൽ പിന്നെ പെട്ടി 1-3 പെട്ടി. അതൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ ഇടയില്ല. ഇത് ജനങ്ങളറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചിനെ പെട്ടി വാങ്ങിയത് നമ്മളാണ് എല്ലാം അളവൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു പെട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇഷ്ടത്തിനൊക്കെ പോയി വേറെ പെട്ടിയൊക്കെ വാങ്ങി. അതും കൊടുത്തിട്ട് വേറെ പെട്ടി വാങ്ങി. പക്ഷേ പോയ പെട്ടിയൊക്കെ എൻ്റെ പേരിലാണ് വന്നത്. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ വിളിച്ച് ക്ലിയർ ഒക്കെ ചെയ്തത്. പഞ്ചായത്തുകാർ കൊടുത്തോളാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞാൽ വിളിക്കില്ല ദൈവത്തോർത്ത്. ഇവനെ 3 പെട്ടി എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ അല്ല. പിന്നെ അത് ഇല്ലാണ്ടായി, കുഴപ്പമില്ല. പിന്നെ കുറേ പേര് അത് കഴിഞ്ഞ് മുതലെടുത്ത്. അപ്പോൾ പിന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അടക്കം ചെയ്യണ സമയത്തും അവിടെ ഉണ്ടായതും ഒക്കെ വേറും. പക്ഷെ ആ സമയത്ത് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണവരുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മളുണ്ടാവും, പിന്നെ ആൾക്കാരുണ്ടാവും. അതൊന്നും പറഞ്ഞില്ല. മുതലാക്കലാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നണം, അല്ലാണ്ട് വിഷമമല്ല. അതും